ഒറ്റയ്ക്കല്ലേ? വെളുക്കുന്നവരെ അവൾക്ക് കൂട്ടി കിടക്കാമായിരുന്നില്ലേ? അറിയില്ല അല്ലേ? അതൊക്കെ സംസാരിക്കും. ഇത് ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറിയിൽ ഭാര്യ തനിച്ചാക്കി ഭർത്താവിനെ വ്യഭിചരിക്കാമല്ലേ? നാണം കെട്ട. നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചും ഇരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുമുണ്ട്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എടുത്ത കൈ കടിച്ചിരിക്കുന്നു. ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത്. എന്താ മോളെ? എന്താ മോളെ? മോളെ, നിങ്ങൾക്കറിഞ്ഞൂടെ നമ്മുടെ മോളെ? ഇവൾ ചന്ദ്രനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കും. കുറച്ചു ദിവസമായി ഇതൊരു പതിവല്ലേ? ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റപ്പെടുത്താതിരിക്കുന്നത്? ഞാനിവിടെ കഴിഞ്ഞോട്ടെ ഡാഡി. എന്റെ മോളെ, ഇത് നിന്റെ വീടല്ലേ? നീ ഇവിടെയല്ലേ കഴിയേണ്ടത് അല്ലേ? സാരി, ടേക്ക് ഇറ്റ് ഈസി. കരയാതെ വരും. വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു. എന്താ ചന്ദ്രന്റെ അഭിപ്രായം? ശരി, പഠിക്കട്ടെ. കോളേജ് തുറന്നിട്ട് 1 മാസമായില്ലേ? ഇനി ഇവിടെ എങ്ങും അഡ്മിഷൻ കിട്ടില്ല. തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ശരി, ആയിക്കോട്ടെ. അല്ല, ചന്ദ്രനെ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉറങ്ങട്ടെ. കിടക്കറയിൽ ഒരു ഭാര്യയ്ക്ക് സാധാരണ നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും. ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ്. അവർ തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല. നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ? കുറെ കൂടെ ബുദ്ധിപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായെന്ന് വരും. എന്തോ എനിക്ക് ആ വിശ്വാസം തീരെയില്ല. എന്നെക്കുറിച്ച് പ്രദീപ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, പ്രദീപിന് അങ്ങനെ ആരോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പ്രദീപിനെ അങ്ങോട്ട് കയറി പ്രേമിച്ച് 2-3 പേരെ എനിക്കറിയാം. അവരെല്ലാം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് കഴിയുക. പൾസ് റെഡിയായില്ലേ? 8:30 വണ്ടി. ഞാനിപ്പോ വരാം, നടന്നോളൂ.
സത്ത് വന്നില്ലായിരുന്നെങ്കിൽ മോളെ തനിച്ചു വിട്ടിട്ട് പോയില്ലായിരുന്നു. മറ്റന്നാ വരാം. നാളെ തന്നെ വന്നോളി. അമ്മച്ചി വിടില്ല. കഴിയുന്നതും വേഗം വരാം. ഹലോ, 3133 പ്രദീപ് ജോണിനെ ഒന്ന് വിളിച്ചിരുന്നു. ഉടനെ മടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തത്? വിരോധമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നടക്കാം. പിന്നൊരു കാര്യം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുഖം വലിച്ചിട്ട് വെക്കരുത്. എന്താ? ഇതാണ് എന്റെ ആശ്രമം. ഇവിടെ മനുഷ്യരെ താമസിക്കുന്നു. അവര് താമസിക്കാത്തതാണ് എനിക്കിഷ്ടം. വരൂ. എന്തിനാ ഇത്രയും വലിയ ഫോർമാലിറ്റീസ്? ഇത് വീടൊന്നും അല്ലല്ലോ. ഞാനിവിടെ നിന്നോളാം. കവിയുടെ ആരാധകരായിരിക്കും ഈ ഓടുന്നത്. പാറ്റയും എലിയും പെരിച്ചാഴിയും എന്റെ രാത്രിയിലെ കൂട്ടുകാരാണ്. എത്ര നാളായി മുറിയിൽ കിടന്നിട്ട്? ആരാ ഇതൊക്കെ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നത്? ഇരിക്കൂ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. പ്രദീപ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി? എന്താ വീടിനോട് എത്ര വെറുപ്പ്? ചിലർക്ക് വീടൊരു സ്വപ്നമാണ്, ചിലർക്ക് തടവറയും. വീട് എനിക്കൊന്നും ഒരു ശ്മശാനമായിരുന്നു. എനിക്ക് തിരിച്ചറിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു. ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചോരയിൽ കുളിച്ച് ബോധവറ്റ് കിടക്കുന്ന അമ്മയെ കണ്ടു. അച്ഛനെന്നും ക്രൂരനായിരുന്നു. അമ്മയുടെ മരണശേഷം അച്ഛൻ പണം തരും, കടം വീട്ടുന്നത് പോലെ. വിവരങ്ങൾ അന്വേഷിക്കും, ഒരു യന്ത്രത്തെ പോലെ. എനിക്ക് ആരെയും സ്നേഹിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്കറിയാം. രമണിക്കറിയോ? വത്സ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ രമണിയെ യഥാർത്ഥത്തിലാണ് സ്നേഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിലുമല്ലെന്ന്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ്.
സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ നരകമാണ്. എന്താ മോളെ ഇത്? കോളേജിൽ സമരവും മറ്റോ ആണോ? പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ആ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ? മെസ് എങ്ങനെ? ഇഷ്ടമാണോ മോക്ക്?